എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സ്നാപ്സീഡിൽ റിയലിസ്റ്റിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ ഈ സെൻറ്ററിൽ കാണുന്ന പിക്ചറാണ് ലെൻസ് ബ്ലർ ടൂൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബ്ലർ ചെയ്ത പിക്ചർ. അതുപോലെ ലെഫ്റ്റിൽ കാണുന്ന പിക്ചർ ലെൻസ് ബ്ലർ ടൂളും ഡബിൾ എക്സ്പോഷറും ഈ രണ്ട് ടൂളും ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത പിക്ചർ. അപ്പോൾ ഈ രണ്ട് പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ലെൻസ് ബ്ലർ ടൂൾ മാത്രം ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത പിക്ചറിൻ്റെ എഡ്ജെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ആയിരിക്കുന്ന പോലെ, അതായത് ഇങ്ങനെ ഷാർപ്പ് അല്ലാതെ കളർ ഇങ്ങനെ സ്പ്രെഡ് ആയിരിക്കുന്ന പോലെയാണ്. അതേസമയം ലെൻസ് ബ്ലർ ടൂളും ഡബിൾ എക്സ്പോഷർ ടൂളും ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത ഫോട്ടോന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ട്യൂട്ടോറിയൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ സ്നാപ്സീഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ എക്സ്പോഷർ ടൂൾ എടുക്കുക. അതിനകത്ത് താഴെ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത സെയിം ഫോട്ടോ ഒന്നും കൂടെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്ത ശേഷം അവിടെ ഓൾറെഡി ഉള്ള ഫോട്ടോ ആയിട്ട് ഈ ഫോട്ടോ അലൈൻ ചെയ്യാം. അലൈൻ ചെയ്താൽ മാത്രം പോരാ, ഞാൻ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്ന പോലെ കുറച്ച് സൂമും കൂടെ ചെയ്ത് വെക്കണം. അതിനുശേഷം ഒപ്പാസിറ്റി 100% ആക്കാം. അതിനുശേഷം ടിക്ക് അടിച്ച് ബാക്കോട്ട് പോവാം. അതിനുശേഷം എഡിറ്റ് സ്റ്റാക്സ് എടുത്തിട്ട് വ്യൂ എഡിറ്റ്സ് എടുക്കുക. അതിനുശേഷം ഒറിജിനൽ അടിച്ചിട്ട് ബാക്ക് പോവാം. അതിനുശേഷം ലെൻസ് ബ്ലർ ടൂൾ എടുക്കുക. ബ്ലർ ടൂൾ എടുത്തതിന് ശേഷം നമ്മുടെ ടൂള് ഒബ്ജക്റ്റിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം ഈ ട്രാൻസിഷൻ 0 ആക്കുക. അതിനുശേഷം ടൂള് ഫുള്ളി സൂം ഔട്ട് ചെയ്യുക. അതിനുശേഷം ബ്ലർ സ്ട്രെങ്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ എടുത്ത് ബാക്ക് പോവാം. എന്നിട്ട് എഡിറ്റ് സ്റ്റാക്സ് എടുക്കുക, വ്യൂ എഡിറ്റ്സ് എടുക്കുക, അതിനകത്ത് ഡബിൾ എക്സ്പോഷർ എടുക്കുക. അതിനുശേഷം മാസ്കിംഗ് ടൂൾ എടുക്കുക. മാസ്കിംഗ് ടൂൾ എടുത്ത ശേഷം സമയമെടുത്ത് നല്ല രീതിയിൽ മാസ്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് കുറച്ച് ഫാസ്റ്റ് അടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ നോക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എഡ്ജൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഐയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്കിങ് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ മാസ്കിങ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് കൊടുത്ത് ബാക്ക് പോവാം. ഇനി നിങ്ങൾക്ക് ബ്ലർ സ്ട്രെങ്ത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ലെൻസ് ബ്ലർ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക, ബാക്കോട്ട് പോവാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്ലർ ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എഡിറ്റിംഗ് കണ്ടിന്യൂ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫയൽ സേവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.